Hello friends and my dear students, welcome to another lecture of Study Mechanical with Passion. In this video lecture we are going to discuss about how to solve problems regarding the topic gas turbines, and this is the second part of the video lecture of gas turbine. Already നമ്മൾ ഫസ്റ്റ് പാർട്ട് ഓൾറെഡി ചെയ്തിട്ടുണ്ട്, നിങ്ങളത് കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പാർട്ട് 1 കണ്ടതിന് ശേഷം പാർട്ട് 2 കാണുക. അപ്പോൾ നമുക്ക് ഒരുപാട് ഡൗട്ടുകളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും, കാരണം കൺസെപ്റ്റുകളൊക്കെ ഞാൻ പാർട്ട് 1 ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണുന്നത്, എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നത് ആദ്യമായിട്ടാണെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. നിങ്ങളെ ഫ്രണ്ട്സിനെല്ലാം വീഡിയോ ഷെയർ ചെയ്യുക, അതേപോലെ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ഫസ്റ്റ് വി ആർ റീകോളിംഗ് സം ഇൻഫർമേഷൻസ് ആൻഡ് സം ഇക്വേഷൻസ് ഫ്രം ദി പാർട്ട് 1. ഓക്കെ, ഈ ഒരു പ്രോബ്ലം ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻസ് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ജസ്റ്റ് ആദ്യം ഒന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഓപ്പൺ സൈക്കിൾ ഗ്യാസ് ടർബൈൻ്റെ ഒരു TS ഡയഗ്രാമാണ് നമ്മളിവിടെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് ഐഡിയൽ സൈക്കിളാണ്. ദാറ്റ് മീൻസ് 1 to 2 പ്രോസസ്സ് എന്ന് പറയുന്നത് ഐസെൻട്രോപിക് കംപ്രഷനാണ്. 3 to 4 എന്ന് പറയുന്ന പ്രോസസ്സ് ഐസെൻട്രോപിക് എക്സ്പാൻഷനാണ്. ഓക്കെ, 2 to 3 പ്രോസസ്സ് കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് അഡിഷൻ പ്രോസസ്സാണ്, കംപ്രഷൻ പ്രോസസ്സാണ്. ഓക്കെ, അങ്ങനെയാണ്. ഇനി ഇത് ഓപ്പൺ സൈക്കിളാണ്. ഇവിടെ ഈ ഒരു ബ്ലാക്ക് ലൈനിൽ ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത് തെറ്റിദ്ധരിക്കരുത്, 4 to 1 പ്രോസസ്സിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളതല്ല, കോൺസ്റ്റന്റ് പ്രഷർ ലൈനാണ്. അതേപോലെ 2 to 3യും കോൺസ്റ്റന്റ് പ്രഷർ ലൈൻ തന്നെയാണ്. അത് തന്നെയായിരിക്കും 2 to 3 പ്രോസസ്സ് എന്ന് പറയുന്നതും. ഓക്കെ, ഇനി അപ്പോൾ ഈ ഒരു ഇക്വേഷൻ വരുമ്പോൾ നമ്മൾ 1 to 2 പ്രോസസ്സ്, അതേപോലെ 1ലെയും 4ലെയും പ്രഷർ സെയിം ആണ്. P1 = P4 ആണ്, P2 = P3 ആണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ഈ ഒരു സൈക്കിള് 2 പ്രഷറിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഒരു ഹയർ പ്രഷർ P2 ഉണ്ടാവും, ഒരു ലോവർ പ്രഷർ P1 ഉണ്ടാവും. ദെൻ അതിൻ്റെ റേഷ്യോ P2/P1 റേഷ്യോ ഈസ് റെപ്രസെൻറ്റഡ് ബൈ RP, ദാറ്റ് ഈസ് പ്രഷർ റേഷ്യോ. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യനിൽ പ്രഷർ റേഷ്യോ തന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കുക ദാറ്റ് ഈസ് ഈക്വൽ ടു P2/P1 ആണ്. ഓക്കെ, ഇനി ഇവിടെ 1 to 2 പ്രോസസ്സാണ് ടർബൈനിലുള്ള പ്രോസസ്സ് എന്ന് പറയുന്നത്. അത് ടർബൈനിലുള്ള പ്രോസസ്സ് ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് WC = mCp × T2 - T1. ഓക്കെ, ഇതൊക്കെ എങ്ങനെ വരുന്നത് എന്നുള്ളത്, ഇക്വേഷൻ എങ്ങനെ പഠിക്കുക എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. QS = mCp × T3 - T2 ആൻഡ് WT = mCp × T3 - T4. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഇക്വേഷൻ പഠിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, MCP ΔT ആണ് ഇക്വേഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ ഓർത്തിരിക്കുക. ഇനി ΔT നമ്മൾ ഇക്വേഷൻ എഴുതുമ്പോൾ ആക്ച്വലി നമ്മൾ ഇക്വേഷൻ എഴുതുമ്പോൾ ഫൈനൽ മൈനസ് ഇനീഷ്യൽ എന്നാണ്. അപ്പോൾ അവിടെ പോസിറ്റീവും നെഗറ്റീവും ഒക്കെ നമ്മൾ വാല്യൂ ഒക്കെ വരും. അപ്പോൾ നമ്മൾ അതൊന്നും നമ്മൾ ഓർത്തിരിക്കേണ്ട. നിങ്ങൾ ഇക്വേഷൻ എഴുതുമ്പോൾ ഇവിടെ ഹയർ മൈനസ് ലോവർ എന്നുള്ള രീതിയിൽ എഴുതിയാൽ മതി. ഓക്കെ, അതായത് 1 to 2ൽ 2 ആണ് ഹയർ, 1 ഈസ് ലോവർ, T2 - T1. 2 to 3 എന്ന് പറയുമ്പോൾ 3 ആണ് ഹയർ, ദാറ്റ് ഈസ് T3 - T2. ദെൻ 3 to 4ൽ 3 ആണ് ഹയർ, അപ്പോൾ T3 - T4. ആ രീതിയിൽ ഓർത്തിരുന്നാൽ മതി. അപ്പോൾ ഇവിടെയുള്ള ആക്ച്വലി 1 to 2 എന്ന് പറയുന്ന പ്രോസസ്സും 3 to 4ഉം ഐസെൻട്രോപിക് പ്രോസസ്സാണ്. ഐസെൻട്രോപിക് മീൻസ് റിവേഴ്സിബിൾ അഡിയബാറ്റിക് പ്രോസസ്സാണ്. ഓക്കെ, ഇനി ക്വസ്റ്റ്യനിൽ നമുക്ക് അപ്പോൾ ഇവിടെ മനസ്സിലാക്കുക, ഇവിടെ കംപ്രഷൻ്റെയും ടർബൈൻ്റെയും എഫിഷ്യൻസി 100% ആണെന്നുള്ളതാണ്, ഐഡിയൽ കേസാണ്. ഓക്കെ, ഇനി ആക്ച്വൽ കേസിൽ അങ്ങനെയല്ല നടക്കുക. അഡിയബാറ്റിക് എക്സ്പാൻഷനും അഡിയബാറ്റിക് കംപ്രഷൻ എന്നാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കുക, അവിടെ ടർബൈനും കംപ്രഷനും ഒരു സെർട്ടൈൻ എഫിഷ്യൻസി ഉണ്ടാവും, <100%. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രോസസ്സ് നടക്കുക ഇങ്ങനെയാണ്. അതായത് കംപ്രഷൻ പ്രോസസ്സ് 1 to 2 ഐസെൻട്രോപിക് നടക്കുന്നതിന് പകരം നമുക്ക് 1 to 2' എന്ന് പറയുന്ന ഈ രീതിയിലാണ് കംപ്രഷൻ നടക്കുക. അതേപോലെ 3 to 4' ഈ രീതിയിലാണ് എക്സ്പാൻഷൻ നടക്കുക. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ വരുമ്പോൾ കംപ്രഷൻ്റെയും ടർബൈൻ്റെയും എഫിഷ്യൻസിക്കുള്ള ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ മനസ്സിലാക്കുക, ഈ കംപ്രഷൻ്റെയും ടർബൈൻ്റെ എഫിഷ്യൻസി ക്വസ്റ്റ്യനിൽ തരുമ്പോൾ ആ ടർബൈൻ്റെയും കംപ്രഷൻ്റെ എഫിഷ്യൻസിയിൽ നിന്നാണ് ആക്ച്വലി നമ്മൾ T2' T4' വാല്യൂ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ T4' T2' നമുക്ക് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ T2ഉം T4ഉം വേണം എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഐസെൻട്രോപിക് പ്രോസസ്സ് കൊണ്ട് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ആക്ച്വലി ഇവിടെയുള്ള ഈ സൈക്കിൾ നടക്കുന്നത് ആക്ച്വലി 1 2' 3 4' എന്നുള്ള രീതിയിലാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ കംപ്രഷൻ പ്രോസസ്സ് നടക്കുന്നത് 1 to 2' ആണ്. അപ്പോൾ MCP × T2' - T1 ആയിരിക്കും WC. സിമിലർലി 2' to 3 ആയിരിക്കും കംപ്രഷൻ പ്രോസസ്. ദെൻ QS = mCp × T3 - T2'. ഓക്കെ, ദെൻ സിമിലർലി 3 to 4' ഈസ് ദി turbine expansion in turbine, then we can say that WT = mCp × T3 - T4'. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഈ കേസ് ആണെങ്കിലും ഇനി ഈ കേസിൽ T2'ഉം T4'ഉം കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് വേണം? T2ഉം T4 ഒക്കെ വേണം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം?
ഈ ഇക്വേഷൻ യൂസ് ചെയ്യണം. നമ്മൾ 1 to 2 എന്ന് പറയുന്ന ഐസെൻട്രോപിക് പ്രോസസ്സിൽ രണ്ട് പ്രോസസ്സുള്ളത് ഐസെൻട്രോപിക് 1 to 2ഉം 3 to 4ഉം. അതിൽ പ്രഷർ റേഷ്യോൻ്റെയും ടെമ്പറേച്ചർ റേഷ്യോൻ്റെയും തമ്മിലുള്ള ഇക്വേഷൻ എങ്ങനെയാണ്? T2/T1 is equal to P2/P1 raised to gamma minus 1/gamma. അതായത് ഇവിടെ എങ്ങനെയാണോ ടെമ്പറേച്ചർ റേഷ്യോ എഴുതുന്നത്, T2/T1 ആണെങ്കിൽ ഇവിടെ P2/P1 എഴുതാം, ഇവിടെ T1/T2 ആണെങ്കിൽ ഇവിടെ P1/P2 എഴുതാം. ക്ലിയർ അല്ലേ? ദെൻ റേഷ്യോ പവറിൽ വരുന്ന ടേം എപ്പോഴും സെയിം ആണ്, ഗാമ മൈനസ് 1/gamma എന്നുള്ള രീതിയിൽ പഠിക്കുക. ഓക്കെ, ഇനി സിമിലർലി വി ക്യാൻ സേ ദാറ്റ് 3 to 4 എന്ന് പറയുന്ന ഐസെൻട്രോപിക് പ്രോസസ് ആണെങ്കിൽ T3/T4 is equal to P3/P4 raised to gamma minus 1/gamma എന്ന് എഴുതാം. ഓക്കെ, ഇനി അടുത്ത ഇക്വേഷൻ എന്ന് പറയുന്നത്, ഇനി W നെറ്റ് എന്ന് പറയുന്നത് എപ്പോഴും WT മൈനസ് WC എന്നായിരിക്കും. ഇനി പവർ ഡെവലപ്ഡ് ഈക്വൽ ടു എം ഡോട്ട് ഇൻറ്റു W നെറ്റ്. ഇവിടെ W നെറ്റ് എന്ന് പറയുന്നത് പെർ കിലോഗ്രാം ഓഫ് എയർ ആവണം. ഓക്കെ, W നെറ്റ് എന്ന് പറയുന്നത് പെർ കിലോഗ്രാം ഓഫ് എയർ ആണെങ്കിൽ ദാറ്റ് ഈസ് ഇൻറ്റു എം ഡോട്ട്. എം ഡോട്ട് മീൻസ് എം ഡോട്ട് എ എന്നാണ്, മാസ് ഫ്ലോ റേറ്റ് ഓഫ് എയർ. ഓക്കെ, ദാറ്റ് ഈസ് എം ഡോട്ട് ഇൻറ്റു W നെറ്റ് എന്ന് എഴുതാം. ഓക്കെ, ദെൻ വർക്ക് റേഷ്യോ ഈസ് ദി W നെറ്റ് ഡിവൈഡഡ് ബൈ WT. ആ റേഷ്യോ തന്നെയാണ് നമ്മൾ വർക്ക് റേഷ്യോ എന്ന് പറയുന്നത്. ദെൻ തെർമൽ എഫിഷ്യൻസി ഈക്വൽ ടു W നെറ്റ് ഡിവൈഡഡ് ബൈ ഹീറ്റ് സപ്ലൈഡ് QS. ഓക്കെ, അപ്പോൾ ഇത്രയും ഇക്വേഷൻസ് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ബേസിക് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി നമ്മൾ എങ്ങനെയൊക്കെയാണ് ചെയ്യാന്നുള്ളത് നമ്മൾ പ്രോബ്ലം ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇനി പ്രോബ്ലംസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് വീഡിയോ നമ്മൾ കാണുമ്പോൾ ഒരിക്കലും നിങ്ങൾ വീഡിയോ ഫോർവേഡ് അടിച്ച് കാണരുത്. കാരണം നമ്മൾ ഈ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമുക്ക് പല പോയിൻറ്സും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, പല പോയിൻറ്സും ട്രിക്കുകളും നമ്മൾ പറയും. അപ്പോൾ അത് വീഡിയോ നിങ്ങൾ ഫോർവേഡ് ചെയ്ത് കാണരുത്, വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് കാണുക. ഓക്കെ, നിങ്ങളിപ്പോൾ പ്രോബ്ലം ചെയ്ത് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നമ്മളൊരു വാല്യൂ കണ്ടുപിടിക്കുന്ന കാര്യം പറയുമ്പോൾ അവിടെ പോസ് ചെയ്തിട്ട് നമ്മൾ വാല്യൂ കണ്ടുപിടിക്കുക, എന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യുക. ആ രീതിയിലൊക്കെ നിങ്ങൾ പഠിക്കുക. ഓക്കെ, ഫസ്റ്റ് പ്രോബ്ലം. അപ്പോൾ ഈ നിങ്ങൾ ചെയ്യേണ്ടത് വീഡിയോ പോസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ നമ്മൾ 2, 3, 4 നിങ്ങൾക്ക് മനസ്സിലാവുന്ന അത്രയും ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ടർബൈൻ്റെയും കംപ്രസറിൻ്റെയും എഫിഷ്യൻസി നമുക്ക് തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സൈക്കിൾ ഇങ്ങനെയാണ് വരിക എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഗ്യാസ് ടർബൈൻ്റെ ഇനി ക്വസ്റ്റ്യൻ നോക്കിയാൽ പ്രഷർ റേഷ്യോ ഓഫ് 6:1. പ്രഷർ റേഷ്യോ മീൻസ് P2/P1 is equal to 6/1. മാക്സിമം സൈക്കിൾ ടെമ്പറേച്ചർ ഈ 610 ഡിഗ്രി സെൽഷ്യസ്. മാക്സിമം സൈക്കിൾ ടെമ്പറേച്ചർ ഇവിടെ മാക്സിമം സൈക്കിൾ ടെമ്പറേച്ചർ എത്രയാണ്? T3 ആണ്. അപ്പോൾ T3 is equal to 610 + 273. ദെൻ ഐസെൻട്രോപിക് എഫിഷ്യൻസി ഓഫ് ടർബൈനും കംപ്രസറും തന്നിട്ടുണ്ട്. ഓക്കെ, പവർ ഔട്ട്പുട്ട്, കാൽക്കുലേറ്റ് ദ പവർ ഔട്ട്പുട്ട്. പവർ ഔട്ട്പുട്ടാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇൻ കിലോ വാട്ടിലാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, വെൻ ദ എയർ എൻറ്റേഴ്സ് ദി കംപ്രസർ അറ്റ് 15 ഡിഗ്രി സെൽഷ്യസ്. ശ്രദ്ധിക്കണേ, കംപ്രഷൻ പ്രോസസ്സ് എന്താണ്? 1 to 2' ആണ്. അവിടെ എൻ്റർ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ 1 എന്ന് പറയുന്ന പോയിന്റിലുള്ള ടെമ്പറേച്ചർ ദാറ്റ് ഈസ് T1 is equal to 15 ഡിഗ്രി സെൽഷ്യസ് ആണ്, കെൽവിനിലോട്ട് കൺവേർട്ട് ചെയ്യാം. അതേപോലെ മാസ് ഫ്ലോ റേറ്റ് 16 kg/s തന്നിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, അത് എം ഡോട്ട് ആണ്. എം ഡോട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? എം ഡോട്ട് എ എന്ന് എഴുതാം. മാസ് ഫ്ലോ റേറ്റ് ഓഫ് എയർ എം ഡോട്ട് ആണ് കേട്ടോ. അപ്പോൾ 16 kg/s. ക്ലിയർ? ഇനി ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് CPൻ്റെയും ഗാമയുടെയും വാല്യൂ കംപ്രഷൻ പ്രോസസ്സിനെയും എക്സ്പാൻഷൻ പ്രോസസ്സിനും രണ്ടും സെപ്പറേറ്റ് വാല്യൂ തന്നിട്ടുണ്ട്. അതൊന്ന് കൺസോൾഡേറ്റ് ചെയ്ത് എഴുതാണ്. ക്ലിയർ അല്ലേ? ദെൻ വി വാണ്ട് ടു ഫൈൻഡ് ഔട്ട് ദ പവർ ഡെവലപ്ഡ് ഇൻ കിലോവാട്ട് ആൻഡ് വർക്ക് റേഷ്യോ. ഇത് രണ്ടുമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ അല്ലേ? ഇനി നല്ലോണം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമുക്ക് CPയുടെയും ഗാമയുടെയും വാല്യൂ നോക്കിയേ, കംപ്രഷനും എക്സ്പാൻഷനും ഒക്കെ സെപ്പറേറ്റ് ആണെന്നുള്ളത്. ചിലപ്പോൾ കമ്പഷനും ചിലപ്പോൾ നമുക്ക് സെപ്പറേറ്റ് തരും. അങ്ങനെ സെപ്പറേറ്റ് തരികയാണെങ്കിൽ കറസ്പോണ്ടിങ് പ്ലേസിൽ നമ്മൾ ആ വാല്യൂ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം അതായത് കംപ്രഷൻ പ്രോസസ്സ് എവിടെയൊക്കെ കൺസിഡർ ചെയ്യുന്നുണ്ടോ അവിടെയൊക്കെ നമ്മൾ CPയുടെ വാല്യൂ എഴുതുമ്പോൾ അതിൻ്റെ വാല്യൂ എഴുതണം. അതേപോലെ ഗാമയുടെ വാല്യൂ എഴുതുമ്പോൾ അതേപോലെ എഴുതണം. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇനി അങ്ങനെയൊന്നും ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. ടേക്ക് CP ഈക്വൽ ടു ആൻഡ് ഗാമ ഇസ് ഈക്വൽ ടു എന്ന് പറയുന്ന ഒരൊറ്റ വാല്യൂ തന്നിട്ടുള്ളൂ എങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എല്ലാ പ്രോസസ്സിലും അതേ വാല്യൂ നമ്മൾ എടുത്താൽ മതി എന്നുള്ളതാണ്. ഓക്കെ, ഇനി അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കുന്നത് പവർ ഡെവലപ്ഡ് കണ്ടുപിടിക്കണം. പവർ ഡെവലപ്ഡ് കിട്ടണമെങ്കിൽ W നെറ്റ് കിട്ടണം. W നെറ്റ് കിട്ടണമെങ്കിൽ WT കിട്ടണം, WC കിട്ടണം. അപ്പോൾ ഈ WTയും WCയും ഒക്കെ കിട്ടണമെങ്കിൽ നമുക്ക് എല്ലാ പോയിന്റിലെയും ടെമ്പറേച്ചർ അറിയണ്ടേ. അപ്പോൾ നമ്മൾ ആദ്യം എല്ലാ പോയിന്റിലെയും ടെമ്പറേച്ചർ കണ്ടുപിടിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം 1 to 2 പ്രോസസ്സ്. അപ്പോൾ നമുക്കിവിടെ ഏതൊക്കെ ടെമ്പറേച്ചർ അറിയാവുന്നത്? 1ലെയും 3ലെയും ടെമ്പറേച്ചർ അറിയാം. ഓക്കെ, പക്ഷേ ഇനി നമുക്ക് എന്തൊക്കെ വേണം? 2' 4' ടെമ്പറേച്ചർ വേണം അല്ലേ? ഇനി 2'ലെയും 4'ലെയും ടെമ്പറേച്ചർ കിട്ടണമെങ്കിൽ 2ലെയും 4ലെയും ടെമ്പറേച്ചർ വേണം. ഓക്കെ അല്ലേ? അപ്പോൾ 1 to 2 നമ്മൾ ഐസെൻട്രോപിക് പ്രോസസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ T2/T1 is equal to P2/P1 raised to gamma minus 1/gamma. അപ്പോൾ ഇത് കംപ്രഷൻ പ്രോസസ്സാണ്.
അല്ലേ? കംപ്രഷൻ പ്രോസസ് ആകുമ്പോൾ ഗാമ എന്നിട്ട് വാല്യൂ എടുക്കുമ്പോൾ ആ കംപ്രഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ 1.4 നമ്മൾ എടുക്കണം. ഓക്കെ, P2/P1 6 ആണ്. അപ്പോൾ ഇതിനകത്ത് T2/T1 is equal to 6 raised to 1.4 minus 1/1.4 എന്ന് വരും. അപ്പോൾ ഇതിനകത്ത് T1 ഓൾറെഡി നമുക്ക് അറിയാവുന്നതുകൊണ്ട് T2ൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം 481 Kelvin. ക്ലിയർ അല്ലേ? അതേപോലെ 3 to 4 എക്സ്പാൻഷൻ ഐസെൻട്രോപിക് അല്ലേ? അപ്പോൾ T3/T4 is equal to P3/P4 raised to gamma minus 1 gamma. P3 എന്ന് പറയുന്നത് ഈക്വൽ ടു P2 ആണ്, P4 is equal to P1 ആണ്. ഓക്കെ, ഇവിടെ നമ്മൾ ഇത് എക്സ്പാൻഷൻ പ്രോസസ്സാണ്. അപ്പോൾ ഗാമയുടെ വാല്യൂ എടുക്കുമ്പോൾ എക്സ്പാൻഷൻ പ്രോസസ്സിലുള്ള ഗാമയുടെ വാല്യൂ നമ്മൾ എടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് T3/T4 is equal to this value. ക്ലിയർ? അതിൽ നിന്ന് നമുക്ക് എന്ത് എടുക്കാം? T4ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് കംപ്രസറിൻ്റെ എഫിഷ്യൻസിക്കൽ ഇക്വേഷൻ അറിയാലോ. സബ്സ്റ്റിറ്റ്യൂട്ട് ഓൾ ദി വാല്യൂസ് ഹിയർ. ഓൺലി ദ അൺനോൺ ഈസ് T2 dash. We can find out T2 dash as 529 Kelvin. Similarly, the equation for turbine efficiency is like this. And substitute all the values and we can find out T4 dash as 621.4 Kelvin. ക്ലിയർ? അപ്പോൾ എല്ലാ പോയിന്റിലെയും ടെമ്പറേച്ചറൊക്കെ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? WC കണ്ടുപിടിക്കണം, WT കണ്ടുപിടിക്കണം, WNet കണ്ടുപിടിക്കണം, പവർ ഡെവലപ്ഡ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ WNet ഇക്വേഷൻ നമ്മൾ എഴുതുമ്പോൾ ഇതിൽ കിട്ടണം നമുക്ക് ആൻസർ kJ/kg ഓഫ് എയറിൽ കിട്ടണം. അപ്പോൾ നമ്മളിവിടെ എഴുതുന്ന നോക്കിയേ, WC നമ്മൾ ഇക്വേഷൻ എഴുതുന്നത് പെർ കിലോഗ്രാം ഓഫ് എയറിലാണ്. അതുകൊണ്ടാണ് നമ്മൾ എമ്മിൻ്റെ ടേം അവിടെ എഴുതാതിരുന്നത്. അപ്പോൾ WC = CP × T2 dash - T1 എന്ന് എഴുതാം. ക്ലിയർ അല്ലേ? അപ്പോൾ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, WC ആണ് കംപ്രഷൻ്റെ CPയുടെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എന്നുള്ളതാണ്. ക്ലിയർ? പിന്നെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, CPയുടെ വാല്യൂ നമുക്ക് kJ/kg കെൽവിനിലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കിലോജൂളിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ കിട്ടുന്ന ആൻസർ കിലോജൂളിൽ എഴുതുക. ഇനി ഇവിടെ ജൂളിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ കിട്ടുന്ന ആൻസർ ജൂളിൽ എഴുതുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. അതേപോലെ kJ/kg കിട്ടിയിട്ടുള്ളത്. ഇനി അതേപോലെ WT = പെർ കിലോഗ്രാം ഓഫ് എയർ ആയതുകൊണ്ട് നമ്മൾ എം കൺസിഡർ ചെയ്യേണ്ട CP × T3 - T4 dash. വി ക്യാൻ ഫൈൻഡ് ഔട്ട്. ഇവിടെ ശ്രദ്ധിക്കുക, CPയുടെ വാല്യൂ ഫോർ എക്സ്പാൻഷൻ ആണ് 1.11 kJ/kg Kelvin. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 290.4 kJ/kg എന്ന് കിട്ടും. ഇനി WNet = WT - WC ആണ്, ദാറ്റ് ഈസ് 48.2 kJ/kg ഓഫ് എയർ. ഇനി നമുക്ക് പവർ ഡെവലപ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ m./ WNet ആണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത് നമുക്കിവിടെ ഈ കിലോ വാട്ടിൽ കണ്ടുപിടിക്കണം ആൻസർ. അപ്പോൾ ഇവിടെ WNet എന്താവണം? kJ/kg കാരണം kJ/kg, ശ്രദ്ധിക്കണേ, kJ/kg WNet ഇൻറ്റു മാസ് ഫ്ലോ റേറ്റ് m.ൻ്റെ വാല്യൂ kg/s. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ കിലോഗ്രാമും ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ kJ/s, ദാറ്റ് ഈസ് എനർജി പെർ ടൈം ആണ് ആക്ച്വലി പവർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ വാല്യൂ WNet എന്താവണം? പെർ കിലോഗ്രാം ഓഫ് എയർ ആവണം. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ വാല്യൂ ആ രീതിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ m.ൻ്റെ വാല്യൂ നമുക്കറിയാം 16 ആണ്. WNet നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 771.2 kW എന്ന ആൻസർ കിട്ടുന്നതാണ്. ഓക്കെ, സിമിലർലി ദ വർക്ക് റേഷ്യോ നമുക്ക് എന്ത് എഴുതാം? WNet / WT. ഇക്വേഷൻ നമുക്കറിയാം. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് 0.166 എന്നുള്ള രീതിയിൽ നമുക്ക് ഇക്വേഷൻ എഴുതാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് ഈ ഒരു പ്രോബ്ലം ചെയ്യാം. ക്ലിയർ? ദെൻ നെക്സ്റ്റ് പ്രോബ്ലം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് പ്രോബ്ലം, ദിസ് ഇസ് ദ സെക്കൻഡ് പ്രോബ്ലം വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നന്നായിട്ട് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് നോക്കിയേ, കംപ്രസറിൻ്റെയും ടർബൈൻ്റെയും എഫിഷ്യൻസി തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇക്വേഷന് സൈക്കിൾ ഇങ്ങനെയാണ് വരിക എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഇനി ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള വാല്യൂസ് ഒക്കെ നോക്കിയേ. ദ എയർ എൻറ്റേഴ്സ് ദ കംപ്രസർ ഓഫ് കോൺസ്റ്റന്റ് പ്രഷർ ഗ്യാസ് ടർബൈൻ അറ്റ് എ പ്രഷർ ഓഫ് 1 bar. കംപ്രസറിലോട്ട് എയർ എൻ്റർ ചെയ്യുന്ന എന്ന് പറയുമ്പോൾ ദാറ്റ് മീൻസ് റെപ്രസെൻറ്റ്സ് 0.1. ക്ലിയർ? ദാറ്റ് ഈസ് P1 which is equal to P4, that is equal to 1 bar, and T1 is equal to 20 degrees Celsius, converting into Kelvin, 293 Kelvin. Okay, the pressure of air after the compression is 4 bar. അപ്പോൾ ഇവിടെ കംപ്രഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? 1 to 2 dash ആണ് കംപ്രഷൻ പ്രോസസ്സ്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ 2 ഡാഷിലുള്ള പ്രഷറും 2ലുള്ള പ്രഷറും 3ലുള്ള പ്രഷറൊക്കെ സെയിം ആണ്.
കാരണം ഈ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള ഈ ബ്ലൂ ലൈന് റെപ്രസെൻ്റ് ചെയ്യുന്നത് ആക്ച്വലി കോൺസ്റ്റൻറ്റ് പ്രഷർ ലൈനും കൂടെയാണ്. അപ്പോൾ 2-ലെയും 2-ലെയും 3-ലെയും ഒക്കെ പ്രഷർ സെയിം ആണ്. വി ക്യാൻ സേ ദാറ്റ് P2 ഈക്വൽ ടു P3 ഈക്വൽ ടു 4 bar. ഓക്കെ, ദെൻ ദ നെക്സ്റ്റ് ഈസ് ദ ഐസെൻട്രോപിക് എഫിഷ്യൻസി, ടർബൈൻ്റെയും കംപ്രസറിൻ്റെയും എഫിഷ്യൻസി എന്നിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഇനി ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഓക്കെ, ദ എയർ ഫ്യൂൽ റേഷ്യോ യൂസ്ഡ് ഈസ് 9:1. അപ്പോൾ ഇവിടെ എയർ ഫ്യൂൽ റേഷ്യോ തന്നിട്ടുണ്ട്. എയർ ഫ്യൂൽ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർ ടു ഫ്യൂൽ റേഷ്യോ ആണ്. ദാറ്റ് ഈസ് MA ഡിവൈഡഡ് ബൈ MF ആണ്. നല്ലോണം ശ്രദ്ധിക്കണേ. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ഫ്യൂൽ എയർ റേഷ്യോ തരും, അത് അപ്പോൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് MF ഡിവൈഡഡ് ബൈ MA ആയിരിക്കും. ക്ലിയർ? അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ നല്ലോണം ശ്രദ്ധിച്ച് എഴുതണം. 9:1 മീൻസ് ദാറ്റ് ഈസ് 90 ഡിവൈഡഡ് ബൈ 1. ഓക്കെ, ഇഫ് ദ ഫ്ലോ റേറ്റ് ഓഫ് എയറിൻ്റെ ഫ്ലോ റേറ്റ് m.A തന്നിട്ടുണ്ട്. MA അല്ല തന്നിട്ടുള്ളത്, m.A ആണ് തന്നിട്ടുള്ളത്. ദാറ്റ് ഈസ് കിലോഗ്രാം പെർ സെക്കൻഡ്. മാസ് ഫ്ലോ റേറ്റ് ആണ് തന്നിട്ടുള്ളത്. ക്ലിയർ അല്ലേ? ദെൻ CPയുടെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ഗാമയുടെ വാല്യൂ. അത് തൊട്ട് മുമ്പത്തെ പ്രോബ്ലത്തിൽ പോലെ കംപ്രഷനും എക്സ്പാൻഷനും ഒന്നും സെപ്പറേറ്റ് തന്നിട്ടില്ല. എല്ലാത്തിലും ഇതാണ് ഇത്. ഈ CPയുടെയും ഗാമയുടെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ക്ലിയർ? ദെൻ കലോറിഫിക് വാല്യൂ ഓഫ് ദ ഫ്യൂവൽ ഈസ് 41800 kJ per kilogram. ഓക്കെ, അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ CPയുടെ വാല്യൂ ഉണ്ട്, ദെൻ സിൻ്റെ വാല്യൂ ഉണ്ട്. സി എന്ന് പറഞ്ഞാൽ കലോറിഫിക് വാല്യൂ. രണ്ടിൻ്റെ യൂണിറ്റും എന്താവണം? സെയിം യൂണിറ്റ് നമ്മൾ എടുക്കണം. ഒന്നെങ്കിൽ 2 യൂണിറ്റും കിലോ ജൂളിൽ എടുക്കുക, കിട്ടുന്ന ആൻസർ കിലോ ജൂളിൽ എഴുതുക. അല്ലെങ്കിൽ 2ൻ്റെ യൂണിറ്റും ജൂളിൽ എടുക്കുക, കിട്ടുന്ന ആൻസർ ജൂളിൽ എഴുതുക. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒന്ന് നമ്മൾ ഫോളോ ചെയ്യുക. അപ്പം മെജോറിറ്റി പ്രോബ്ലത്തിലും നമ്മൾ ഇതേപോലെ കിലോ ജൂളിലായിരിക്കും തരും. അപ്പോൾ കിലോ ജൂളിൽ തന്നെ എടുത്താൽ മതി, കിട്ടുന്ന ആൻസർ കിലോ ജൂളിൽ എഴുതിയാൽ മതി. ഓക്കെ, ദെൻ ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? പവർ ഡെവലപ്ഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. പവർ ഡെവലപ്ഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടണം? W നെറ്റ് കിട്ടണം. W നെറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ WTയും WCയും കിട്ടണം. WTയും WCയും കിട്ടണമെന്നുണ്ടെങ്കിൽ എല്ലാ പോയിന്റിലെയും ടെമ്പറേച്ചർ നമുക്കറിയണം. അപ്പോൾ നമ്മൾ ആദ്യം എല്ലാ പോയിന്റിലെയും ടെമ്പറേച്ചർ കണ്ടുപിടിക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ 1 to 2 എന്ന് പറയുന്നത് ഐസെൻട്രോപിക് പ്രോസസ്സാണ്. അങ്ങനെയാണെങ്കിൽ T2/T1 = P2/P1 raised to gamma minus 1 by gamma വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതിൽ നിന്ന് നമുക്ക് T2ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. ക്ലിയർ? ഇനി കംപ്രസറിൻ്റെ എഫിഷ്യൻസി തന്നിട്ടില്ലേ? ദിസ് ഇസ് ദ ഇക്വേഷൻ ഫോർ എഫിഷ്യൻസി ഓഫ് ദി കംപ്രസർ. സബ്സ്റ്റിറ്റ്യൂട്ട് ഓൾ ദി വാല്യൂസ്. ദ ഓൺലി അൺനോൺ ഈസ് T2 വി ക്യാൻ ഫൈൻഡ് ഔട്ട് T2 as 471 Kelvin. ഓക്കെ, ഇനി തൊട്ട് മുമ്പത്തെ പ്രോബ്ലത്തിൽ നമുക്ക് ഹയർ ടെമ്പറേച്ചർ, മാക്സിമം ടെമ്പറേച്ചർ T3 തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ നമുക്കത് തന്നിട്ടില്ല. അപ്പോൾ നമുക്കത് കണ്ടുപിടിക്കാനുള്ള ഒരു ത്രെഡാണ് നമുക്കിവിടെ കലോറിഫിക് വാല്യൂ ഓഫ് ദി ഫ്യൂലും എയർ ഫ്യൂൽ റേഷ്യോയും തന്നിട്ടുള്ളത്. ഈ എയർ ഫ്യൂൽ റേഷ്യോ തരുന്ന കേസിൽ, അല്ലെങ്കിൽ ഫ്യൂവലിൻ്റെ മാസ് ഫ്ലോ റേറ്റിനെ ബേസ് ചെയ്തിട്ട്, മാസിനെ ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും ടേം റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് തരുന്ന സമയത്ത് ഇക്വേഷൻ എഴുതുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. നമ്മൾ തൊട്ട് മുമ്പത്തെ പ്രോബ്ലത്തിൽ അങ്ങനെ ഒരു കാര്യമേ നമുക്ക് പറഞ്ഞിട്ടില്ല. ഫ്യൂവലിനെ ബേസ് ചെയ്തിട്ട് ഒരു കാര്യം നമ്മളോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ കേസിൽ നമ്മൾ എങ്ങനെയാണ് WTക്കും WCക്കും ഒക്കെ ഇക്വേഷൻ എഴുതിയാൽ നമ്മൾ അവിടെ പഠിച്ചു. ഇനി ഇങ്ങനെ നമ്മൾ മാസ് ഓഫ് ഫ്യൂവലിനെ ബേസ് ചെയ്തിട്ടുള്ള ടേം, റിലേറ്റ് ചെയ്തിട്ടുള്ള ടേം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എങ്കിൽ നമ്മൾ ഇക്വേഷൻ എഴുതുന്നതിനകത്തുള്ള ഡിഫറൻസ് ആണ് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ 2-3 അല്ലേ ആക്ച്വലി കമ്പഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. അവിടെയല്ലേ ഫ്യൂവൽ ബേൺ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഹീറ്റ് സപ്ലൈഡ് ബൈ ദി ഫ്യൂവൽ ഈസ് ഈക്വൽ ടു QS എന്ന് പറയാം. അതായത് ഫ്യൂവൽ ബേൺ ചെയ്ത് കിട്ടുന്ന ഫ്യൂവൽ എനർജി, അതാണ് ഹീറ്റ് സപ്ലൈഡ് ബൈ ദി ഫ്യൂവൽ. അതായിരിക്കില്ലേ ഇവിടെ 2-3 എന്ന് പറയുന്ന കമ്പഷൻ പ്രോസസ്സിലോട്ട് ആഡ് ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത്, ആഡ് ചെയ്യുന്ന ഹീറ്റ് QS എന്ന് പറയുന്നത്. ശരിയാണ്. അപ്പോൾ ഹീറ്റ് സപ്ലൈഡ് ബൈ ദി ഫ്യൂവൽ എന്ന് പറയുന്നത് MF/C ആണ്. സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലോറിഫിക് വാല്യൂ ഓഫ് ദി ഫ്യൂവൽ. ദാറ്റ് മീൻസ് ഇപ്പോൾ ഒരു യൂണിറ്റ് കിലോഗ്രാം ഓഫ് ഫ്യൂവൽ ബേൺ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന എനർജിയാണ് C എന്ന് പറയുന്നത്. അതിനെ ടോട്ടൽ ഫ്യൂവൽ ബേൺ ചെയ്ത മാസ് ഓഫ് ഫ്യൂവൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ടോട്ടൽ ഹീറ്റ് സപ്ലൈഡ് ബൈ ദി ഫ്യൂവൽ. ദാറ്റ് ഈസ് ഈക്വൽ ടു QS. ഇനി ഇവിടെ QSൻ്റെ ഇക്വേഷൻ എഴുതുന്നത് ശ്രദ്ധിക്കുക. ഓക്കെ, ഇവിടെ QSൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ mCp∆T തന്നെയാണ്. അവിടെ M നമ്മൾ ഇക്വേഷൻ എഴുതുമ്പോൾ MA + MF, എയറിൻ്റെയും ഫ്യൂവലിൻ്റെയും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ MA + MF × CP × T3 - T2. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാനൊരു ഒരു കേസ് ഞാൻ പറയാൻ പോവാണ്, നല്ലോണം ശ്രദ്ധിക്കണേ. ഇവിടെ നമ്മൾ 3 പ്രോസസ് 1 to 2 2 to 3 3 to 4. അപ്പോൾ എവിടെയാണ് നമ്മൾ ഫ്യൂവലും കൂടെ ഈ ഒരു സിസ്റ്റത്തിലോട്ട് വരുന്നത്? ആ 2 to 3 എന്ന് പറയുന്ന പോയിന്റിലാണ്. അപ്പോൾ ഈ 2 to 3 എന്ന് പറയുന്ന പ്രോസസ്സ് കൺസിഡർ ചെയ്യുമ്പോൾ ഇക്വേഷൻ എഴുതുമ്പോഴും 3 to 4 എന്ന് പറയുന്നതിൻ്റെ ഇക്വേഷൻ എഴുതുമ്പോഴും
നമ്മൾ MCP ഡെൽറ്റ ടി എന്ന് പറയുന്ന ഇക്വേഷൻ എഴുതുമ്പോൾ, അതായത് WTക്കുള്ള ഇക്വേഷൻ ആയാലും അതേപോലെ QSനുള്ള ഇക്വേഷൻ ആണെങ്കിലും അവിടെ എമ്മിൻ്റെ ടേം എഴുതുമ്പോൾ MA പ്ലസ് MF എന്ന് പറയുന്ന ഈ രീതിയിൽ വേണം നമ്മൾ എഴുതാൻ. പക്ഷേ 1 to 2' എന്ന് പറയുന്ന ഇക്വേഷനിൽ WCൻ്റെ ഇക്വേഷൻ എഴുതുമ്പോൾ അവിടെ എയർ മാത്രമേ ഉണ്ടാവുള്ളൂ, ഫ്യൂവൽ അവിടെ വന്നിട്ടില്ല. ശരിയല്ലേ? അപ്പോൾ അവിടെ എം എന്ന് പറയുന്ന ടേം MA മാത്രമായിരിക്കും. പക്ഷേ 2' to 3ലും 3 to 4' എം എന്ന് പറയുന്നത് MA പ്ലസ് MF എന്നായിരിക്കും. ക്ലിയർ? അപ്പോൾ ഈ ഇക്വേഷനിൽ പക്ഷേ നമുക്കിവിടെ MFൻ്റെ വാല്യൂ ഒന്നും അല്ല തന്നിട്ടുള്ളത്, എയർ ഫ്യൂൽ റേഷ്യോ MA/MF തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ രണ്ട് ഇക്വേഷനെയും നമ്മൾ MF കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്യാണ്. ഇവിടെയും MF കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, ഇവിടെയും MF കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ MF ക്യാൻസൽ ചെയ്ത് പോകും. ഇവിടെ MA/MF പ്ലസ് MF/MF എന്ന് എഴുതാം, സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. എഴുതി കഴിഞ്ഞാൽ ഇക്വേഷൻ ഈ രൂപത്തിൽ വരുന്നതാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതിനകത്തുള്ള എല്ലാ വാല്യൂസും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ സിൻ്റെ വാല്യൂ ശ്രദ്ധിക്കണേ, സിൻ്റെയും CPയുടെയും വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സെയിം യൂണിറ്റിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഒന്നെങ്കിൽ 2 കിലോ ജൂളിൽ അല്ലെങ്കിൽ 2 ജൂളിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ MA/MFൻ്റെ വാല്യൂ 90 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ആകെ ഒരു അൺനോൺ ഉണ്ടാവുള്ളൂ, T3. വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ T3 ആസ് 930 Kelvin. ക്ലിയർ? ഇനി T3 കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് T4 കണ്ടുപിടിക്കാം, അതിൽ നിന്ന് T4' കണ്ടുപിടിക്കാം. അതായത് 3 to 4 എന്ന് പറയുന്ന പ്രോസസ്സ് എന്താണ്? ഐസെൻട്രോപിക് പ്രോസസ് ആണ്. ദെൻ T4/T3 ഈക്വൽ ടു P4/P3 റേസ് ടു ഗാമ മൈനസ് 1 ബൈ ഗാമ ഈക്വൽ ടു 1/4 റേസ് ടു 1.4 മൈനസ് 1 ഡിവൈഡഡ് ബൈ 1.4 എന്ന് വരും. ഇതിൽ നിന്ന് നമുക്ക് T4 കണ്ടുപിടിക്കാം. Then the equation for turbine efficiency is like this. Then substitute all the values, we can find out the unknown T4'. ഇപ്പോൾ എല്ലാ ടെമ്പറേച്ചറൊക്കെ നമുക്ക് കിട്ടിയല്ലോ. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത് നോക്കിയേ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പവർ ഡെവലപ്ഡ് ആണ്. ഒന്നാമത്തത് പവർ ഡെവലപ്ഡ് കിട്ടണമെങ്കിൽ നമുക്ക് വർക്ക് കിട്ടണം. ശ്രദ്ധിക്കണം, പക്ഷെ നമുക്ക് കിട്ടേണ്ട വർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് പെർ കിലോഗ്രാം ഓഫ് എയർ ആണ് കിട്ടേണ്ടത്. നല്ലോണം ശ്രദ്ധിക്കണേ. പവർ ഡെവലപ്ഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ആക്ച്വലി m.A ഇൻറ്റു W നെറ്റ് എന്നാണ്. ശരിയല്ലേ? അപ്പോൾ ഇവിടെ m ഡോട്ട് എന്ന് പറഞ്ഞാൽ കിലോഗ്രാം പെർ സെക്കൻഡ് അല്ലേ? അപ്പോൾ ഇവിടെ W നെറ്റ് കിലോ വാട്ടിലെ ആൻസർ കിട്ടണമെങ്കിൽ എന്താണ്? W നെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിലോ ജൂൾ പെർ കിലോഗ്രാമിലാവണം. അപ്പോൾ നമ്മൾ വർക്ക് എല്ലാം കണ്ടുപിടിക്കണം എന്തിലാവണം? വർക്ക് പെർ കിലോഗ്രാം ഓഫ് എയറിൽ കണ്ടുപിടിക്കണം. ക്ലിയർ അല്ലേ? അപ്പോൾ WCക്കുള്ള ഇക്വേഷൻ എന്താണ്? MCP ഇൻറ്റു ഡെൽറ്റ ടി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കംപ്രഷൻ്റെ പ്രോസസ്സിൽ എമ്മിൻ്റെ വാല്യൂ MA ആണ്. ഇനി 2' to 3 കമ്പഷൻ പ്രോസസ്സിലും എക്സ്പാൻഷൻ പ്രോസസ്സിലും എമ്മിൻ്റെ വാല്യൂ MA പ്ലസ് MF ആണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ MA ഇൻറ്റു CP ഇൻറ്റു T2' മൈനസ് T1 ഇക്വേഷൻ എഴുതി. ഇതാണ് WCക്കുള്ള ഇക്വേഷൻ. ഈ ന്യൂമറേറ്റർ പെർ കിലോഗ്രാം ഓഫ് എയറിൽ കണ്ടുപിടിക്കാനാണ് ഡിവൈഡഡ് ബൈ MA. അപ്പോൾ ഇവിടെ MAയും MAയും ക്യാൻസൽ ചെയ്ത് പോകും. നമുക്ക് ആൻസർ ഈ രൂപത്തിൽ കിട്ടുന്നതാണ്. ഓക്കെ, ഇനി WT കണ്ടുപിടിക്കണമെങ്കിൽ പെർ കിലോഗ്രാം ഓഫ് എയർ കണ്ടുപിടിക്കണമെങ്കിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട് WTൻ്റെ കേസിൽ M എന്ന് പറഞ്ഞാൽ MA പ്ലസ് MF ആണ്. ഇനി അപ്പോൾ ഇവിടുത്തെ ന്യൂമറേറ്റർ ആയിരിക്കും ആക്ച്വലി WT എന്ന് പറയുന്നത്. ശരിയല്ലേ? പെർ കിലോഗ്രാം ഓഫ് എയർ കണ്ടുപിടിക്കണമെങ്കിൽ ഡിവൈഡഡ് ബൈ MA. ക്ലിയർ? അപ്പോൾ ഇവിടെ ഈ MA നമ്മൾ എന്ത് ചെയ്യാണ്? രണ്ടിനും സ്പ്ലിറ്റ് ചെയ്ത് എഴുതാണ്. അതായത് MA ഡിവൈഡഡ് ബൈ MA പ്ലസ് MF ഡിവൈഡഡ് ബൈ MA എന്ന് എഴുതാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ എല്ലാ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? 1 പ്ലസ് MA/MF ആണ് 90. അപ്പോൾ MF ഡിവൈഡഡ് ബൈ MA എന്തായിരിക്കും? 1/90 എന്നായിരിക്കും. ഇൻറ്റു എല്ലാ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് WT ഈസ് ഈക്വൽ ടു 262.28 കിലോ ജൂൾ പെർ കിലോഗ്രാം ഓഫ് എയർ. ക്ലിയർ? ദെൻ W നെറ്റ് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. കിലോ ജൂൾ പെർ കിലോഗ്രാം എന്ന് എഴുതാം. ദെൻ പവർ ഡെവലപ്ഡ് ഈസ് ഈക്വൽ ടു m.A ഇൻറ്റു W നെറ്റ്, ദാറ്റ് ഈസ് വി വിൽ ഗെറ്റ് 252.84 കിലോ വാട്ട് എന്ന ആൻസർ കിട്ടുന്നതാണ്. ഓക്കെ, ദെൻ ഇനി രണ്ടാമത് നമുക്ക് കണ്ടുപിടിക്കാനുള്ള എന്താണ്? തെർമൽ എഫിഷ്യൻസി ഓഫ് ദി സൈക്കിൾ ആണ്. തെർമൽ എഫിഷ്യൻസി ഓഫ് ദി സൈക്കിൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? W നെറ്റ് ഡിവൈഡഡ് ബൈ ഹീറ്റ് സപ്ലൈഡ് QS ആണ്. ക്ലിയർ? അപ്പോൾ QS നമുക്ക് കണ്ടുപിടിക്കണം. QS കണ്ടുപിടിക്കുകയാണെങ്കിൽ രണ്ട് ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം. ഒന്നെങ്കിൽ MF ഇൻറ്റു C, അതായത് കലോറിഫിക് വാല്യൂ ഓഫ് ദി ഫ്യൂവൽ ഇൻറ്റു മാസ് ഓഫ് ദി ഫ്യൂവൽ എന്ന് നമുക്ക് എഴുതാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? MCP ഡെൽറ്റ ടി എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് MA പ്ലസ് MF ഇൻറ്റു CP ഇൻറ്റു T3 മൈനസ് T2'. ഈ രണ്ട് ഇക്വേഷനിൽ ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാന്നുള്ളതാണ്. പക്ഷെ നമ്മൾ ഇക്വേഷൻ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ W നെറ്റ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുള്ള എന്താണ്?
പെർ കിലോഗ്രാം ഓഫ് എയറിലാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പോൾ ക്യു എസ് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? പെർ കിലോഗ്രാം ഓഫ് എയറിൽ കണ്ടുപിടിക്കണം. അതായത് ക്യു എസിനുള്ള ഇക്വേഷൻ ആണ് എം എഫ് ഇൻറ്റു സി ഡിവൈഡഡ് ബൈ പെർ കിലോഗ്രാം ഓഫ് എയർ. അപ്പോൾ ഡിവൈഡഡ് ബൈ എം എ. അപ്പോൾ എം എ ഡിവൈഡഡ് ബൈ, അപ്പോൾ ഇവിടെ എം എഫ് ഡിവൈഡഡ് ബൈ എം എ എന്ന് പറയുന്ന ടേമില്ലേ, ദാറ്റ് ഈസ് 1/90 എന്ന് വരും, ഇൻറ്റു 41800. ആൻസർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിൽ നമുക്ക് ആൻസർ കിട്ടുന്നതാണ്. ക്ലിയർ? ദാറ്റ് ഈസ് 464.44 kilojoule per kilogram. Then substitute in the equation of thermal efficiency, we will get the efficiency as 0.1814, that is equal to 18.14%. ഓക്കെ, അപ്പോൾ നമുക്ക് ഫ്യൂവലിൻ്റെ ടേമും കൂടെ ചെയ്യുമ്പോൾ നമ്മൾക്ക് തരുന്ന സമയത്ത് നമ്മൾ ചെയ്തിട്ടുള്ള ഈ പ്രോബ്ലവും അതിനെ ബേസ് ചെയ്തിട്ട് ഒരു കാര്യവും തരാതെ നമ്മൾ ചെയ്തിട്ടുള്ള ഫസ്റ്റ് പ്രോബ്ലവും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കിയിട്ട് ഒരു കമ്പയർ ചെയ്തിട്ട് വേണം നമ്മൾ പഠിക്കാൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് പ്രോബ്ലം. ഓക്കെ, ഈ ഒരു പ്രോബ്ലത്തിൽ നമുക്ക് ടർബൈൻ്റെയും കംപ്രസറിൻ്റെയും എഫിഷ്യൻസി തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ സൈക്കിൾ ഇതാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കിയേ. ടർബൈൻ എഫിഷ്യൻസി തന്നിട്ടുണ്ട്, കംപ്രസർ എഫിഷ്യൻസി P1 = P4 തന്നിട്ടുണ്ട്, T3 തന്നിട്ടുണ്ട്, CP തന്നിട്ടുണ്ട്, ഗാമ തന്നിട്ടുണ്ട്. ദെൻ P1 P4 നമ്മൾ ഓൾറെഡി പറഞ്ഞു, T1 തന്നിട്ടുണ്ട്. ദെൻ ഇവിടെ ശ്രദ്ധിക്കണേ, P1 നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് തന്നിട്ടുള്ളത് ദ പ്രഷർ റേഷ്യോ ഈസ് 4 എന്ന. പ്രഷർ റേഷ്യോ എന്ന് പറഞ്ഞാൽ P2/P1 അല്ലേ. ഇതിന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? P2 = P3 = 4 bar എന്ന് എഴുതാം, കാരണം P1 ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ ഫ്യൂവലിൻ്റെ കലോറിഫിക് വാല്യൂ തന്നിട്ടുണ്ടല്ലോ. പിന്നെ തന്നിട്ടുള്ളൊരു കാര്യം നല്ലോണം ശ്രദ്ധിക്കണേ, ദർ ഈസ് എ ലോസ് ഓഫ് 10% ഓഫ് കലോറിഫിക് വാല്യൂ ഇൻ ദ കമ്പഷൻ ചേംബർ. ഓക്കെ, ദാറ്റ് മീൻസ് തൊട്ട് മുമ്പത്തെ കേസിൽ നമ്മൾ എഴുതിയപ്പോൾ ശ്രദ്ധിക്കുക, നമുക്ക് ഫ്യൂവൽ ബേൺ ചെയ്ത് കിട്ടുന്ന എനർജി ടോട്ടലായിട്ടാണല്ലോ നമ്മൾ QS ആക്കിയിട്ട് എടുത്തിട്ടുള്ളത്. അതായത് ഫ്യൂവൽ ബേൺ ചെയ്ത് കിട്ടുമ്പോഴുള്ള എനർജി എല്ലാം നമുക്ക് ഹീറ്റ് സപ്ലൈഡ് ടു ദ സിസ്റ്റമാണ്, ശരിയല്ലേ? പക്ഷേ ഇവിടെ നല്ലോണം ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളതാണ് ദർ ഇസ് 10% ലോസ് ഓഫ് കലോറിഫിക് വാല്യൂ ഇൻ ദി കമ്പഷൻ ചേംബർ. അപ്പോൾ അവിടെ 10% ലോസ് ആവുക എന്ന് പറയുമ്പോൾ ഫ്യൂവൽ ബേൺ ചെയ്ത് കിട്ടുമ്പോഴുള്ള എനർജിയുടെ 10% ലോസ് ആയിട്ടുണ്ട്, ബാക്കി 90% ആണ് നമുക്ക് കിട്ടുന്നത്. ദാറ്റ് മീൻസ് എഫിഷ്യൻസി ഓഫ് ദി കമ്പഷൻ ചേംബർ ഈസ് 0.90. Okay, then we want to find out the air fuel ratio. Question the first sentence il find the required air fuel ratio. Appo we want to find out the air fuel ratio. Air fuel ratio കണ്ടുപിടിക്കാന്ന് പറയുമ്പോൾ MA divided by MF ആണ് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ അല്ലേ? ദെൻ അപ്പോൾ ഇതാണ് നമ്മുടെ ഫിഗർ എന്ന് പറയുന്നത്. 1 to 2 ഐസെൻട്രോപ്പി പ്രോസസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇതിൽ നിന്ന് നമുക്ക് T2 കണ്ടുപിടിക്കാം. T2 കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ കംപ്രസർ എഫിഷ്യൻസിക്കുള്ള ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ we will get T2 dash. ഓക്കെ, T2 dash കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമ്മൾ ചെയ്യാൻ പോകണം, നല്ലോണം ശ്രദ്ധിക്കട്ടോ. നമുക്ക് എയർ ഫ്യൂൽ റേഷ്യോ ആണല്ലോ കിട്ടേണ്ടത്. ഇനി നമുക്ക് 2 dash to 3 ആണ് നമ്മുടെ കമ്പഷൻ പ്രോസസ്. അപ്പോൾ ഹീറ്റ് സപ്ലൈഡ് ബൈ ദി ഫ്യൂവൽ ഈസ് ഈക്വൽ ടു QS ആണ്. അപ്പോൾ ഹീറ്റ് സപ്ലൈഡ് ബൈ ദി ഫ്യൂവൽ എന്ന് പറയുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണേ, അവിടെ 10% ലോസ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഫ്യൂവൽ ബേൺ ചെയ്ത് കിട്ടുന്ന എനർജി എന്ന് പറഞ്ഞാൽ MF × C ആണ്. അതിൻ്റെ 10% ലോസ് ഉണ്ടാവുക എന്ന് പറയുമ്പോൾ ബാക്കി നമുക്ക് കിട്ടുന്നത് 90% ആണ് ആക്ച്വലി QS ആയിട്ട് വരിക. ദാറ്റ് ഈസ് 0.9 × MF × C ആയിരിക്കും QS. ദെൻ ഇവിടെ QS എഴുതുമ്പോൾ എന്ത് എഴുതണം? MA + MF മാസ് എഴുതുമ്പോൾ ഇൻറ്റു CP × ΔT T3 - T2 dash. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? നേരത്തെ ചെയ്തിട്ടുള്ള പോലെ ഈ ഇക്വേഷൻ MF കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇക്വേഷൻ ഈ രൂപത്തിൽ എഴുതാം. എല്ലാ വാല്യൂസും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ക്ലിയർ? എല്ലാ വാല്യൂസും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഈ ഇക്വേഷനകത്ത് ആകെ ഒരു അൺനോൺ മാത്രമേ ഉള്ളൂ, MA/MF. വാല്യൂ അൺനോൺ നമുക്ക് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഈ രൂപത്തിൽ കിട്ടും. ദാറ്റ് ഈസ് MA/MF = 55.77. ദാറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 56. ദെൻ എയർ ഫ്യൂൽ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MA = MF ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 56:1. ദാറ്റ് ഈസ് ദി ഫൈനൽ ആൻസർ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് 3 പ്രോബ്ലം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പഠിക്കേണ്ടത് നിങ്ങൾ ആ പ്രോബ്ലം മാത്രമല്ല പഠിക്കേണ്ടത്, പകരം അതുപോലത്തെ പ്രോബ്ലം വരുമ്പോൾ എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ ഫ്യൂവലിൻ്റെ മാസ്, അതായത് എയർ ഫ്യൂൽ റേഷ്യോ ഒക്കെ തരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അതായത് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ WT ആവട്ടെ, WC ആവട്ടെ, QS ആവട്ടെ, ഇക്വേഷൻ MCP ΔT ആണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അവിടെ WCൻ്റെ കേസിൽ MA ആണ്, WTൻ്റെയും QSൻ്റെയും കേസിൽ M എന്ന് പറയുന്നത് MA + MF ആണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി അതേപോലെ തന്നെ SI യൂണിറ്റ് കൺവേർഷൻ നല്ലോണം ശ്രദ്ധിക്കണം. നമുക്ക് CPൻ്റെയും അതേപോലെ കലോറിഫിക് വാല്യൂ ഒക്കെ നമുക്ക് കിലോ ജൂളിൽ എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ കിലോ ജൂളിൽ എഴുതുക. ഇനി ജൂളിൽ എടുക്കുന്നതെങ്കിൽ കിട്ടുന്ന ആൻസർ ജൂളിൽ എഴുതുക എന്നുള്ളതാണ്.
ഇനി അതേപോലെ ടെമ്പറേച്ചറിൻ്റെ വാല്യൂസ് എല്ലാം കെൽവിനിലോട്ട് കൺവേർട്ട് ചെയ്യണം. പ്രഷറിൻ്റെ വാല്യൂ നമ്മൾ തരുന്ന ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ ബാറിലായിരിക്കും തരിക. നമ്മളത് ബാറിൽ തന്നെ എടുത്താൽ പ്രശ്നമൊന്നുമില്ല. കാരണം നമ്മൾ പ്രഷറിൻ്റെ ഇക്വേഷനിൽ നമ്മൾ P2/P1 അല്ലെങ്കിൽ നമ്മൾ ആ പ്രഷറിൻ്റെ റേഷ്യോ ആണ് എടുക്കുന്നത്. അത് നമ്മൾ ബാറിലിട്ട് ചെയ്താലും റേഷ്യോ എടുക്കുമ്പോൾ ബാറിലിട്ട് ചെയ്താലും അതേപോലെ നമ്മൾ പാസ്കലിലിട്ട് ചെയ്ത് കഴിഞ്ഞാലും ആൻസർ വിൽ ബി സെയിം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആ രീതിയിലൊക്കെ നമ്മൾ ഈ പ്രോബ്ലം നമ്മൾ പഠിക്കുമ്പോൾ ആ രീതിയിലുള്ള പ്രോബ്ലംസ് എങ്ങനെ ചെയ്യുന്നതെന്ന് പഠിക്കുക. നമ്മൾ പോയിന്റ്സ് എല്ലാം ഓർത്തിരിക്കുക, ഇക്വേഷൻസ് എല്ലാം ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് നല്ലോണം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ഓക്കെ, നിങ്ങളെ വാല്യുബിൾ കമൻറ്റ്സ് ആൻഡ് ഡൗട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം. അതുപോലെ എൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലും നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.